എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിർത്തി കടന്നെത്തുന്ന അറവുമാടുകളുടെ എണ്ണം കൂടിയതോടെ അംഗീകൃത സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കശാപ്പ് ചെയ്ത് ഇറച്ചി വിൽക്കുന്നത് വ്യാപകം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ പുലർച്ചെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ റെയ്ഡിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 4120 കിലോഗ്രാം പോത്തിറച്ചിയാണ് പിടിച്ചത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിച്ച കാളയെ കൊന്ന് വൃത്തിഹീനമായ സാഹചര്യത്തിൽ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടികൂടിയത്. സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകൾ കടന്നെത്തുന്ന അറവുമാടുകൾ പലയിടങ്ങളിലും അനധികൃത കശാപ്പുകളിൽ എത്തുന്നുണ്ടെന്നാണ് വിവരം. കൊണ്ടുവരുന്നതിനിടയിൽ ചാകുന്ന കാലുകളെയും ഇറച്ചിയായിട്ട് വിൽക്കുന്നുണ്ട്. പുലർച്ചെ റെയ്ഡ് നടത്തിയാലേ അനധികൃത കശാപ്പ് പിടികൂടാനാകൂ. തദ്ദേശ സ്ഥാപനങ്ങളിലെ ആരോഗ്യ വിഭാഗവും വെറ്റിനറി ഡോക്ടർമാരും അടങ്ങുന്ന സംഘം വേണം പരിശോധിക്കാൻ. എന്നാൽ പലയിടങ്ങളിലും റെയ്ഡ് നടക്കാത്തതിനാൽ കശാപ്പും വിൽപ്പനയും തടയുന്നുമില്ല. ഹോട്ടലുകാർക്കും കാറ്ററിംഗുകാർക്കും വിലക്കുറവിൽ ഇത്തരത്തിൽ ഇറച്ചി നൽകുന്നുണ്ടെന്ന് പറയുന്നു. തൃശൂർ കോർപ്പറേഷനിലെ വെറ്റിനറി ഡോക്ടർ വീണ കെ അനിരുദ്ധൻ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി കെ ജിബിൻ, സ്മിത പരമേശ്വരൻ, കെ ജി അനുരാഗ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പുലർച്ചെ റെയ്ഡ് നടത്തിയത്. കിഫ്ബിയുടെ സഹായത്തോടെ ആധുനിക അറവുശാലകൾ 11 തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനമായെങ്കിലും എങ്ങും തുറന്നിട്ടില്ല. മൊത്തം 100 കോടിയിലേറെ നിർമ്മാണ ചെലവുണ്ട്. തൃശ്ശൂരും എറണാകുളത്തും ടെൻഡർ നടപടിയായി. തൃശ്ശൂർ കുരിയറച്ചയിലെ കേന്ദ്രം 17 കോടി ചെലവിലാണ് നിർമ്മിക്കുന്നത്. അതിർത്തി കടന്ന് പ്രതിവർഷം കേരളത്തിലെത്തുന്ന അറവുമാടുകൾ 1 കോടിയിൽ ഉണ്ടാകുമെന്നാണ് അനൗദ്യോഗിക കണക്ക്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോത്തിറച്ചി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിനാൽ കാളയിറച്ചിയാണ് പോത്തിറച്ചി എന്ന പേരിൽ വിൽക്കുന്നത്. പോത്തിറച്ചിക്കും ഡിമാൻഡ് ഏറി. കുറഞ്ഞ വിലക്ക് കാളയെ കിട്ടാനുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പോത്തിറച്ചി കഴിക്കുന്നവർ പ്രത്യേകം ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്.